കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിത് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 3rd ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൻ്റെ 6ാം ക്ലാസ്സിലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 3rd ചാപ്റ്റർ ആണ് ചെയ്യുന്നത്. 2nd ചാപ്റ്റർ എടുത്തിട്ടില്ല. ചില സ്കൂളുകളിൽ 3rd ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത് എന്നറിഞ്ഞു. അതാണ് ഞാൻ 3rd ചാപ്റ്റർ എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 2nd ചാപ്റ്റർ ഏതെങ്കിലും സ്കൂളിലെ മക്കൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്പർ പ്ലേ ആണ്. നമ്പർ പ്ലേ. ഓക്കെ. അപ്പോൾ ഈ നമ്പർ പ്ലേക്കകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? Numbers are used in different contexts and in many different ways to organize our lives. We have used numbers to count and have applied the basic operations of addition, subtraction, multiplication and division on them to solve problems related to our daily lives. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് ഡെയിലി ലൈഫിൽ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Okay, think about various situations where we use numbers. List 5 different situations in which numbers are used. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ നമ്പേഴ്സ് യൂസ് ചെയ്യുന്ന 5 സിറ്റുവേഷൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. See what your classmates have listed, share and discuss. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് നമ്പേഴ്സ് ക്യാൻ ടെൽ us things. അപ്പോൾ നമ്പേഴ്സിന് നമ്മളടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. നമ്പേഴ്സ് ക്യാൻ ടെൽ us things. ഓക്കെ. Then what are these numbers telling us? ഈ നമ്പേഴ്സ് നമ്മളോട് എന്താ പറയുന്നത്? Some children in a park are standing in a line. Each one says a number. അപ്പോൾ എന്താണ്? ഇവിടെ കുറച്ച് കുട്ടികളുണ്ടല്ലേ, അവർ ഓരോരുത്തരും ഓരോ നമ്പേഴ്സ് പറയുക. അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്പർ പറയുന്നത്? നമുക്ക് നോക്കാം. വാട്ട് ഡു യു തിങ്ക് ദീസ് നമ്പേഴ്സ് മീൻ? നിങ്ങൾക്ക് അറിയാമോ ഈ നമ്പേഴ്സ് എന്താ മീൻ ചെയ്യുന്നതെന്ന്? The children now rearrange themselves and again each one says a number based on arrangement. അപ്പോൾ ഈ കുട്ടികൾ എന്താണ് ഇങ്ങനെ നമ്പേഴ്സ് പറഞ്ഞ് കളിക്കുക? അവർ എങ്ങനെയാണ് നമ്പേഴ്സ് പറയുന്നത് നമുക്ക് നോക്കാം. ഡിഡ് യു ഫിഗർ ഔട്ട് വാട്ട് ദീസ് നമ്പേഴ്സ് റെപ്രസെൻറ്റ്? അപ്പോൾ ഈ നമ്പേഴ്സ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇവിടെ ഒരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കുഡ് ദെയർ ഹൈറ്റ്സ് ബി പ്ലേയിങ് എ റോൾ. അപ്പോൾ അവരെന്താ അവിടെ ഈ ഹൈറ്റ് വെച്ചിട്ടാണ് അവർ ഈ നമ്പേഴ്സ് പറഞ്ഞ് കളിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടി 1 പറയണമെങ്കിൽ അവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ എന്തായിരിക്കണം? അവനെക്കാളും ടോളർ ആയിട്ടുള്ള ആളാണ് 1 പറയുന്നത്. അപ്പോൾ 1 പറയണമെങ്കിൽ അവൻ്റെ അടുത്ത് ഉള്ള ഒരാൾ അവനെക്കാളും taller ആയിരിക്കണം. ഓക്കെ. Then a child says 2 if both the children standing next to them are taller. അപ്പോൾ 2 പറയുന്ന ആൾ എങ്ങനെയാണ് പറയുന്നത്? അവൻ്റെ 2 സൈഡും ബോത്ത് സൈഡ് നിൽക്കുന്ന ആളും എന്തായിരിക്കണം? ടോളർ ആയിരിക്കണം. അപ്പോൾ 1 പറയണമെങ്കിൽ ഒരു സൈഡ് നിൽക്കുന്ന ആൾ ടോളർ ആയിരിക്കണം. 2 പറയണമെങ്കിൽ 2 സൈഡ് നിൽക്കുന്ന ആളും ടോളർ ആയിരിക്കണം. Then a child says 0 if neither of the child standing next to them are taller. അപ്പോൾ 0 പറയണമെങ്കിൽ അവൻ്റെ അടുത്ത് നിൽക്കുന്ന 2 പേരും എന്തല്ല അവനെക്കാളും ടോളർ അല്ലെങ്കിലാണ് 0 പറയുന്നത്. അവനെക്കാളും ഹൈറ്റ് കുറഞ്ഞ ആൾ നിൽക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? 0 പറയുന്നത്. ദാറ്റ് ഈസ് ഈച്ച് പേഴ്സൺ സേസ് ദ നമ്പർ ഓഫ് ടോളർ നൈബേഴ്സ് ദേ ഹാവ്. അപ്പോൾ ഒരാളുടെ ഹൈറ്റ് നോക്കിയിട്ടാണ് ഈ കുട്ടികൾ എന്ത് പറയുന്നത്? ഈ നമ്പേഴ്സ് പറഞ്ഞ് കളിക്കുന്നത്. ഓക്കെ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. Try answering the questions below and share your reasonings. Okay, അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Can the children rearrange themselves so that the children standing at the end say 2? അതായത് അവസാനം നിൽക്കുന്ന കുട്ടിക്ക് 2 പറയാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ 2 പറയണമെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചത്? 2 പറയണമെങ്കിൽ 2 സൈഡും ബോത്ത് സൈഡിൽ നിൽക്കുന്ന ആളും എന്തായിരിക്കണം? ടോളർ ആയിരിക്കണം അല്ലേ? അപ്പോൾ ലാസ്റ്റ് നിൽക്കുന്ന ഒരാൾ ഇതാ ഇവിടെ കുറച്ച് കുട്ടികൾ ഇതാ ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ലാസ്റ്റ് നിൽക്കുന്ന ആൾക്ക് 2 പറയണമെങ്കിൽ ഇവൻ്റെ ലെഫ്റ്റ് സൈഡ് നിൽക്കുന്ന ആളും ഹൈറ്റ് വേണം, റൈറ്റ് സൈഡ് നിൽക്കുന്ന ആളും എന്ത് വേണം? ഹൈറ്റ് വേണം അല്ലേ? അപ്പോൾ ഇവിടെ അവൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരുമില്ല. അപ്പോൾ ഇവൻ എന്ത് പറയാൻ പറ്റും? ഇവൻ റൈറ്റ് സൈഡ് നിൽക്കുന്ന ആൾ ഹൈറ്റ് കൂടിയാൽ തന്നെ ഇവിടെ 1 പറയാൻ പറ്റും. കാരണം ഇവൻ്റെ ഇവൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരുമില്ല അല്ലേ? അപ്പോൾ നമുക്ക് 2 പറയാൻ പറ്റില്ല. മാക്സിമം നമുക്ക് 1 പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതാം? നോ. റീസൺ എന്താണ്? ബിക്കോസ് they have only one neighbor. അടുത്ത ആരേ ഉള്ളൂ? ഒരാൾ മാത്രമേ ഉള്ളൂ. 2 സൈഡിലും എന്തില്ല? ആളില്ല അല്ലേ? Then second question, can we arrange the children in a line so that all would say only 0? എല്ലാവർക്കും നമ്മളിങ്ങനെ കുട്ടികളെ അറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും 0 പറയാൻ പറ്റുമോ?
പറയാൻ പറ്റും. എപ്പോഴാണ് സീറോ പറയാൻ പറ്റുന്നത്? എല്ലാവരും സെയിം ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് സീറോ പറയും. ആരും ആരെക്കാളും ടാളർ അല്ല. അപ്പോൾ എല്ലാവരും എന്ത് പറയുള്ളൂ? സീറോ എന്നേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ് ഇഫ് ഓൾ ചിൽഡ്രൻ ഹാവ് സെയിം ഹൈറ്റ്. എല്ലാവർക്കും സെയിം ഹൈറ്റ് ആണെങ്കിൽ ആർക്കെങ്കിലും 1 or 2 പറയാൻ പറ്റുമോ? സീറോ അല്ലേ പറയാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Can two children standing next to each other say the same number? അതായത് അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് പേർക്ക് ഒരേ നമ്പർ പറയാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ ഞാൻ കുറച്ച് പടം വരയ്ക്കാം. ഇവിടെ ഒരു കുട്ടി നിൽപ്പുണ്ട്. ഇവൻ്റെ ഹൈറ്റ് 100 ആണെന്ന് വെച്ചോളൂ. ദെൻ അടുത്ത ആള് 110, അവരെക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. ദെൻ അടുത്ത ആള് 120. അടുത്തയാൾ ഇവനെക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്, 130. അടുത്തയാൾ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്, 140 അല്ലേ. അപ്പോൾ ഇവൻ പറയുന്ന നമ്പർ എത്രയായിരിക്കും? ഫസ്റ്റ് വൺ പറയുന്ന എത്രയായിരിക്കും നമ്പർ? 1 ആയിരിക്കും പറയുന്നത്. കാരണം ഇവൻ്റെ ഒരു സൈഡ് നിൽക്കുന്ന ആൾ മാത്രമേ ഹൈറ്റ് ഉള്ളൂ. ദെൻ ഈ 110 ഹൈറ്റ് ഉള്ളവൻ എന്ത് പറയും? ഇവൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ 120 മാത്രമാണ് ഇവനെക്കാളും ഹൈറ്റ് കൂടുതൽ. അപ്പോൾ ഇവൻ്റെ സൈഡിൽ ഒരു സൈഡിൽ മാത്രമേ ഹൈറ്റ് കൂടിയ ആളുള്ളൂ. ദെൻ 120യുടെ അടുത്താണെങ്കിലോ ഈ 130 മാത്രമേ ഹൈറ്റ് കൂടിയ ആളുള്ളൂ. അപ്പോൾ ഇവനും എന്താ പറയുന്നത്? 1 ആയിരിക്കും. ഈ 130 ഉള്ള ആളും എന്തേ പറയൂ? 1 പറയും. കാര്യം എന്താ? അവൻ്റെ അടുത്ത് 140 മാത്രമേ ഹൈറ്റ് ഉള്ളൂ. പക്ഷെ ഈ 120 എന്ന് പറയുന്നത് കുറവാണ് അല്ലേ. ദെൻ ഈ 140 എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും നമ്പർ പറയുന്നത്? അവൻ്റെ ലെഫ്റ്റ് സൈഡിലും അവനെക്കാളും ഹൈറ്റ് കൂടിയ ആളില്ല, റൈറ്റ് സൈഡിലും ഹൈറ്റ് കൂടിയ ആളില്ല. അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ ഇവർ ഇത്രയും പേര് പറഞ്ഞത് സെയിം നമ്പറാണ് 1 അല്ലേ. അപ്പം നമുക്ക് അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് പേർക്ക് സെയിം നമ്പർ പറയാൻ പറ്റും. ഓക്കെ, എപ്പോഴാണ് ഈ നമ്പേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? 100, 110, 120, 30, 40 അങ്ങനെയല്ലേ. ഒന്നുകിൽ ഈ നമ്പേഴ്സ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ അടുത്തടുത്ത് നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ നമ്പർ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് എഴുതാം? യെസ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് പറയാം? യെസ്, 2 children standing next to each other can say same number when they are arranged in ascending or descending order. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒരിക്കൽ കൂടെ റീഡ് ചെയ്ത് തരാം. കൂട്ടുകാർ കാണാൻ പറ്റിയില്ലെങ്കിൽ കേട്ടെഴുതുക. ഓക്കെ, യെസ്, 2 children standing next to each other can say same number when they are arranged in ascending or descending order. അപ്പോൾ ഈ കുട്ടികളെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അടുത്തടുത്ത് വരുന്ന രണ്ട് പേർക്ക് സെയിം നമ്പർ പറയാൻ പറ്റും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4th one. There are 5 children in a group, all of different heights. Can they stand such that 4 of them say 1 and the last one say 0? Why or why not? അതായത് ഈ 5 ചിൽഡ്രൻ നമ്മളിങ്ങനെ ഒരു ലൈനിൽ നിർത്തുമ്പോൾ അതിൽ 4 പേർക്ക് 1 പറയണം, ലാസ്റ്റ് നിൽക്കുന്ന ആൾ 0 പറയണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പറ്റുമോ? എങ്ങനെയാണ്? ലാസ്റ്റ് ഒരാൾ 0 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നിൽക്കുന്ന ആളുടെ രണ്ട് സൈഡിലും എന്തല്ല ഹൈറ്റ് കൂടിയ ആൾ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് നിൽക്കുന്ന ആൾ 0 പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 0 കൊടുത്ത കാര്യം എന്താ? ഈ ലാസ്റ്റ് നിൽക്കുന്നവൻ്റെ രണ്ട് സൈഡിലും ഹൈറ്റുള്ള ആൾ വരാൻ പാടില്ല. അടുത്ത ആൾ എന്താ പറയാനുള്ളത്? 1 പറയണം. 1 പറയണമെങ്കിൽ ഈ ഇവനായിരിക്കണം അല്ലെ ഏറ്റവും ഹൈറ്റ് കൂടുതൽ. ഞാൻ എന്താ ഇവനെ 140 എന്ന് കൊടുത്തു. ഇവൻ്റെ ഹൈറ്റ് 130, ഇവന് 120, ദെൻ 110, 100. അപ്പോൾ നോക്കി, ഇതാ ആദ്യം നിൽക്കുന്ന ആളിന് എന്ത് പറയാം? ഇവൻ്റെ ഒരു സൈഡ് മാത്രം ഹൈറ്റ് കൂടിയ ആളുണ്ട്, അപ്പോൾ ഇവൻ 1 പറയും. ദെൻ 110 ഹൈറ്റുള്ള ആൾ അടുത്ത് നിൽക്കുന്ന ആൾ 120 ആണ്, അപ്പോൾ ഇവനും 1 എന്ന് പറയാം. ദെൻ 120യുടെ അടുത്ത് നിൽക്കുന്ന ആൾ 130 ആണ്, 120യേക്കാളും ഹൈറ്റ്, അപ്പോൾ ഇവനും 1 പറയാം. കണ്ടോ? അപ്പോൾ ആദ്യം നിൽക്കുന്ന 4 പേർക്കും കിട്ടിയ നമ്പർ 1 ആണ്. ലാസ്റ്റ് നിൽക്കുന്ന ആൾ 0 പറഞ്ഞു. കാര്യം എന്താ? ഇവൻ്റെ രണ്ട് സൈഡിലും ഈ 140യേക്കാളും കൂടിയ നമ്പർ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ലാസ്റ്റ് നിൽക്കുന്ന ആൾക്ക് 0യും പറയാം, ബാക്കിയുള്ളവർക്ക് 1ഉം പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് കൊടുക്കാം? യെസ്. ഇതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 100, 110, 120, ദെൻ 130 അല്ലേ. അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. നമ്മളിത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയാലും നമുക്കിത് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ്, ദ ചിൽഡ്രൻ ക്യാൻ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഞാൻ ഒന്നുകൂടെ പറയാം, ഇവിടെ എഴുതാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം, കൂട്ടുകാർ കേട്ടെഴുതുക. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ദ 5 ചിൽഡ്രൻ ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ. ഈ 5 ചിൽഡ്രനെയും അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊരു പാറ്റേൺ കിട്ടും. ഓക്കെ, ദെൻ 5th ക്വസ്റ്റ്യൻ. ഫോർ ദിസ് ഗ്രൂപ്പ് ഓഫ് 5 ചിൽഡ്രൻ ഈസ് ദ സീക്വൻസ് 1, 1, 1 പോസിബിൾ. അതായത് എല്ലാവരും 1 എന്ന് പറയുന്ന നമ്പർ പോസിബിൾ ആവുമെന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും കിട്ടുന്ന നമ്പർ എന്താണ്?
1 കിട്ടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെ, നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ലാസ്റ്റ് നിൽക്കുന്ന ആൾക്ക് 1 പറയാൻ പറ്റുമോ? ലാസ്റ്റ് നമ്മളിവിടെ കണ്ടു, ലാസ്റ്റ് നിൽക്കുന്ന ആൾക്ക് 0 പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ലാസ്റ്റ് നിൽക്കുന്ന ആൾക്ക് ഡസൻ ഹാവ് എ ടോളർ നെയ്ബർ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പോസിബിൾ അല്ല? ലാസ്റ്റ് 1 വരില്ല. ആദ്യത്തെ 4 പേർക്ക് എന്ത് പറയാൻ പറ്റും? 1 പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് എഴുതാം? നോ, ലാസ്റ്റ് ചൈൽഡ് ഡസൻ ഹാവ് ടോളർ നൈബർ. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ലാസ്റ്റ് ചൈൽഡിന് ഒരു നൈബർ ഇല്ലല്ലേ ഇവിടെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഇവന് 1 പറയാൻ പറ്റില്ല. ഇവിടെ എന്താണ്? അതുകൊണ്ടാണ് ഇവിടെ ഈ 1 1 1 എന്ന് പറയുന്ന സീക്വൻസ് പോസിബിൾ അല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈസ് ദ സീക്വൻസ് 0 1 2 1 0 പോസിബിൾ? വൈ ഓർ വൈ നോട്ട്? അതായത് 0 1 2 1 0 എന്ന് പറയുന്ന ഒരു സീക്വൻസ് പോസിബിൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 0 എന്ന് പറഞ്ഞാൽ 0യുടെ അടുത്ത് ആദ്യം നിൽക്കുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ എന്തല്ല? ഹൈറ്റ് ഉള്ള ആളായിരിക്കില്ല. അതുകൊണ്ടാണല്ലോ ആദ്യത്തെ ആൾ 0 പറഞ്ഞത്. അപ്പം ഞാൻ ഇതിനെ ഹൈറ്റിൽ വരച്ചു. ഇവിടെ ഒരു കുട്ടി നിൽക്കുവാണ്, അവൻ 0 പറയണമെങ്കിൽ ഇവൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ഹൈറ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണല്ലോ അപ്പം ഞാൻ അവനെ ഹൈറ്റ് കുറച്ച് വരച്ചു. അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞത് 1 ആണ്. അപ്പോൾ ഇവൻ 1, രണ്ടാമത്തെ ആൾ 1 പറയണമെങ്കിൽ അവൻ്റെ അടുത്തുള്ള ഒരാൾ ഹൈറ്റ് കൂടുതലാണല്ലോ, അപ്പോൾ ഇവൻ ഹൈറ്റ് കൂടുതലാണ്. ദെൻ മൂന്നാമത്തെ ആളിനെ എങ്ങനെ വരയ്ക്കും? മൂന്നാമത്തെ ആൾ പറഞ്ഞത് 2 ആണ്. അതായത് അവൻ്റെ 2 സൈഡ് നിൽക്കുന്ന ആളും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഹൈറ്റ് വന്നാലല്ലേ 2 പറയാൻ പറ്റുമോ? അപ്പോൾ ഇവൻ എന്താണ്? മൂന്നാമത്തെ ആൾ രണ്ടാമത്തേക്കാളും ചെറുതായിരിക്കണം. അതുപോലെ തന്നെ 2 പറയണമെങ്കിൽ അവൻ്റെ 2 സൈഡ് ലെഫ്റ്റും റൈറ്റും ഇവനെക്കാളും ഹൈറ്റ് കൂടിയ ഒരാൾ വേണം. ഞാൻ ലെഫ്റ്റും റൈറ്റും ഇവനെക്കാളും ഹൈറ്റ് കൂടിയ ഒരാൾ വരച്ചു. അപ്പോൾ 4 പേരായി. ലാസ്റ്റ് നിൽക്കുന്ന ആൾ എന്താണ്? 0 പറഞ്ഞത്. അപ്പോൾ 0 പറയണമെങ്കിൽ എന്താണ്? ഇവനെക്കാളും ഹൈറ്റ് വേണം അല്ലേ, എന്നാലല്ലേ അവന് 0 പറയാൻ പറ്റൂ. അപ്പോൾ ഞാൻ അവനെ ഹൈറ്റ് കൂട്ടി വരച്ചു. ഓക്കെ, അപ്പോൾ ഇവൻ 0 ഇവൻ എന്താ പറയുക? ഇവൻ്റെ അടുത്ത് ഹൈറ്റുള്ള ആരുമില്ല. അപ്പോൾ ഇവൻ എന്ത് പറയും? നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് നിൽക്കുന്ന ആൾ എന്താണ്? ഏത് നമ്പർ ആയിരിക്കും പറയുന്നത്? ഇവൻ അടുത്ത് നിൽക്കുന്ന ആൾ ഹൈറ്റ് കുറവല്ലേ, അപ്പോൾ ഇവൻ എന്തായിരിക്കും പറയുന്നത്? 0. ദെൻ രണ്ടാമത് നിൽക്കുന്ന ആൾ എന്തായിരിക്കും പറയുന്നത്? ഇവൻ്റെ ഒരു സൈഡ് മാത്രമേ ഹൈറ്റ് ഉള്ളൂ, അപ്പുറത്തെ സൈഡ് എന്താണ്? ഹൈറ്റ് കുറഞ്ഞ ആളാണ്. അപ്പോൾ ഇവൻ്റെ ഒരു സൈഡേ ഉള്ളൂ, അവൻ 1 പറയും. ദെൻ അടുത്ത് മൂന്നാമത്തെ ആളിൻ്റെ 2 സൈഡും ഹൈറ്റുള്ള ആളുണ്ട്. അപ്പോൾ അവൻ എന്തായിരിക്കും പറയുന്നത്? 2 സൈഡും ഉള്ളത് കൊണ്ട് അവൻ 2 പറഞ്ഞു. ദെൻ നാലാമത്തെ ആളിൻ്റെ എവിടെയാണുള്ളത്? നാലാമത്തെ ആളിൻ്റെ ഒരു സൈഡ് മാത്രമേ ഹൈറ്റുള്ള ആളുള്ളൂ, അപ്പോൾ അവൻ എന്ത് പറയും? 1 പറയും. ദെൻ ഈ ലാസ്റ്റ് നിൽക്കുന്ന അഞ്ചാമത്തെ ആളിൻ്റെ ഏതെങ്കിലും സൈഡിൽ ഹൈറ്റ് ഉണ്ടോ? ഇല്ല, ഹൈറ്റുള്ള ആളില്ലാത്തതുകൊണ്ട് അവൻ എന്ത് പറയും? 0. അപ്പോൾ നമുക്ക് കണ്ടോ 0 1 2 1 0 എന്ന് പറയുന്ന പാറ്റേൺ കണ്ടോ? 0 1 2 1 0 എന്ന് പറയുന്ന നമ്മുടെ ക്വസ്റ്റ്യനിലെ പാറ്റേൺ കിട്ടിയല്ലോ. കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സീക്വൻസ് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്, ദ സീക്വൻസ് ഈസ് പോസിബിൾ. ഇതാണ് അതിനുള്ള റീസൺ. ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കൂട്ടുകാർ ബുക്കിൽ ചെറുതായിട്ട് ഒരു പിക്ചർ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ദെൻ 7th ക്വസ്റ്റ്യൻ. ഹൗ ഡു യു റീഅറേഞ്ച് ദ 5 ചിൽഡ്രൻ സോ ദാറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ സേ 2? മാക്സിമം നമ്പേഴ്സ് 2 പറയണമെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഈ കുട്ടികളെ അറേഞ്ച് ചെയ്യാൻ പറ്റുക? നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരാളെ ഇവിടെ ഹൈറ്റിൽ വരച്ചു. ദെൻ രണ്ടാമത്തെ ആളെ ഹൈറ്റ് കുറച്ചു, മൂന്നാമത്തെ ആളെ ഹൈറ്റ് കൂട്ടി, നാലാമത്തെ ആളെ ഹൈറ്റ് കുറച്ചു, അഞ്ചാമത്തെ ആളെയും ഹൈറ്റ് കൂട്ടി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ഏത് നമ്പർ ആയിരിക്കും പറയുന്നത്? ഇവൻ അടുത്ത് ഫസ്റ്റ് നിൽക്കുന്ന ആളിൻ്റെ അടുത്ത് ഹൈറ്റുള്ള ആരുമില്ല, അപ്പോൾ അവൻ എന്തായിരിക്കും പറയുന്നത്? 0. ദെൻ ഈ രണ്ടാമത് നിൽക്കുന്നവൻ്റെ 2 സൈഡും ഹൈറ്റുള്ള ആളുണ്ട്, അപ്പോൾ അവൻ എന്ത് പറയും? 2 പറയും. ദെൻ മൂന്നാമത് നിൽക്കുന്ന ആളിൻ്റെ അടുത്ത് ആരും ഹൈറ്റുള്ള ആരുമില്ല, അപ്പോൾ അവൻ എന്തായിരിക്കും പറയുന്നത്? 0. നാലാമത്തെ ആളാണെങ്കിലോ, നാലാമത്തെ ആള് എന്ത് പറയും? അവൻ്റെ 2 സൈഡിലും ഹൈറ്റുള്ളവരാണ്, അപ്പോൾ അവൻ എന്ത് പറയും? ലാസ്റ്റ് വൺ എന്ത് പറയും? 0 പറയും. അപ്പോൾ ഈ മാക്സിമം നമുക്ക് ഇവിടെ 2 കിട്ടി, ഇവിടെ 2 കിട്ടി. ഇനിയും കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഓൾട്ടർനേറ്റ് ആയിട്ട് ഹൈറ്റ് കൂടിയ ആളെയും ഹൈറ്റ് കുറവുള്ള ആളെയും നിർത്തിയാൽ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ത് പറയും? 2 എന്ന് പറയും. അപ്പോൾ നമ്മൾ എങ്ങനെ കുട്ടികളെ അറേഞ്ച് ചെയ്യണം? ഈ 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? ടോൾ ആൻഡ് ഷോർട്ട് ചിൽഡ്രൻ ക്യാൻ അറേഞ്ച് ഇൻ ഓൾട്ടർനേറ്റീവ്ലി. അറേഞ്ച് ചിൽഡ്രൻ ഇൻ ഓൾട്ടർനേറ്റീവ്ലി. അപ്പോൾ കുട്ടികളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസുമായി മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.